ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ സുഹൃത്തുക്കൾ എഴുതി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിലീറ്റ് ആയ ഫയലുകൾ, മൊബൈലിൽ നിന്നും ഡിലീറ്റ് ആയ ഫയലുകൾ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഡിലീറ്റ് ആയ ഫയലുകൾ റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും, അല്ലാതെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും പല ആപ്ലിക്കേഷൻ ലഭിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിച്ച് 100% നമ്മളുടെ മൊബൈലിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡിലീറ്റ് ആയ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഫൈനൽ സൊല്യൂഷനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഏത് മൊബൈലിൽ നിന്നാണോ നിങ്ങൾക്ക് ഫയലുകൾ നഷ്ടപ്പെട്ടത്, ആ മൊബൈൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തതിനു ശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വണ്ടർഷെയർ ഡോക്ടർ ഫോൺ ഒഫീഷ്യൽ സൈറ്റ്. അതിനുശേഷം ആൻഡ്രോയിഡ് ഡേറ്റ റിക്കവറി ഡോക്ടർ ഫോൺ വണ്ടർഷെയർ എന്ന് പറയുന്ന അടുത്ത ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് രണ്ടും വണ്ടർഷെയറിന്റെ ഒഫീഷ്യൽ സൈറ്റുകളാണ്. ഞാനിവിടെ ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഐഫോണിൽ നിന്നും നഷ്ടപ്പെട്ട ഫയലുകൾ റിക്കവർ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ആൻഡ്രോയിഡ് ഡേറ്റ റിക്കവറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വണ്ടർഷെയറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ ബൈ നൗ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇതിന്റെ ഫ്രീ ട്രയൽ വേർഷൻ ലഭിക്കും. അതിനുശേഷം ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്തായാലും ഇതിന്റെ ട്രയൽ വേർഷൻ ആദ്യം ഒന്ന് യൂസ് ചെയ്യുകയാണ്. അതിനായിട്ട് ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സേവ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇതിന്റെ ഫയൽ സൈസ് 1.1 MB ആണ്. ഞാനിത് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം യെസ് കൊടുത്തു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഞാനിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ എൻ്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോർമലായിട്ട് എത്ര ടൈം എടുക്കുമോ അത്രയും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകാനും എടുക്കും. ഇത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗം കാണിച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ 1-2 സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം. ഏത് മൊബൈലിൽ നിന്നാണോ നിങ്ങൾക്ക് ഡേറ്റ റിക്കവർ ചെയ്തെടുക്കേണ്ടത് ആ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ സെറ്റിംഗ്സിൽ കാണും. അത് ഓപ്പൺ ആക്കുക. എബൌട്ട് ഫോൺ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുക. 7 ടൈംസ് ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് ഫോണിന് തൊട്ടു മുകളിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സെറ്റിംഗ് എനേബിൾ ആവും. അതിനുശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പുതിയ പേജിലേക്ക് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യണം. നിങ്ങൾ ഈ ഭാഗത്ത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പുതിയ പേജ് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നിങ്ങൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ USB ഡീബഗിംഗ് എനേബിൾ ആവും. USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഗാലറി ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ ഒന്നും 1-2 ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ 4 ഫോട്ടോകൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒന്നും ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ 4 ഫോട്ടോസും എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫോട്ടോസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ്. നമ്മുടെ ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞാനിവിടെ കമ്പ്യൂട്ടറിൽ ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഡേറ്റ റിക്കവറിയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡേറ്റ റിക്കവറി ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡേറ്റ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ഫോൺ റൂട്ട് ചെയ്യാനായിട്ട് അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കുറേയേറെ ഫംഗ്ഷനുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഡേറ്റ റിക്കവറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പുതിയ പേജിൽ ഓപ്പൺ ആയി. ഇവിടെ നിങ്ങളുടെ ഫോണ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിലെ എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്നും എൻ്റെ ഫോണ് കമ്പ്യൂട്ടറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണക്റ്റിംഗ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നോക്കുക, ഫോൺ കണക്റ്റഡ് ആയതിനു ശേഷം പുതിയൊരു പേജ് വീണ്ടും ഓപ്പൺ ആയി. ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട്സ്, മെസ്സേജ്,
കോൾ ഹിസ്റ്ററി, വാട്സപ്പ് മെസ്സേജ്, ഡോക്യുമെന്റ്സ്, വീഡിയോസ്, ഓഡിയോസ്, ഗാലറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഗാലറി മാത്രമേ റിക്കവർ ചെയ്യുന്നുള്ളൂ. ഫോട്ടോസ് ആണ് എനിക്ക് റിക്കവർ ചെയ്യേണ്ടത്. ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കാൻ ഫോർ ഡിലീറ്റഡ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ആയി പോയ നഷ്ടപ്പെട്ട ഫയലുകളാണ് നമുക്ക് തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണ് ഇവിടെ ഈ സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ഫോണിലെ നഷ്ടപ്പെട്ട ഫയലുകൾ അത് റിക്കവർ ചെയ്തെടുക്കും. ഈ പ്രോസസ്സിനിടയ്ക്ക് നിങ്ങളുടെ ഫോൺ റൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യും. അതിനുശേഷം പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അൺറൂട്ട് ചെയ്യും. ഇതിലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫോണിന്റെ വാറണ്ടി നഷ്ടപ്പെടത്തില്ല ഇങ്ങനെ റൂട്ട് ആകുന്നതുകൊണ്ട്. ഇപ്പോൾ ഇത് സ്കാൻ ചെയ്യുകയാണ് ഫയലുകൾ. നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ട എല്ലാ ഫയലുകളും ഇത് സ്കാൻ ചെയ്യും. ഇതിന് എടുക്കുന്ന ടൈം നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഫയലിന്റെ സൈസ് അനുസരിച്ചിരിക്കും. എത്ര ഫയലുണ്ട്, ഏത് രീതിയിലുള്ള ഫയലുകളാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രോക്സിമേറ്റ് 2.3 മിനിറ്റ്സ് ഇവിടെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1000-നടുത്ത് ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ടോ അത്രയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിത് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് എത്ര ഫയൽ റിക്കവർ ആയിട്ടുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഏതൊക്കെ ഫയലുകൾ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2108 ഫയലുകൾ ഇത് റിക്കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ഓക്കെ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ ഗാലറി എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ ഓരോന്നായിട്ട് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. ഞാൻ ഏതായാലും ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ 4 ഫോട്ടോസും ഇവിടെ റിക്കവർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, നോക്കുക. ഓരോ ഫോട്ടോകളും നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ഫോട്ടോകളും റിക്കവർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഓരോ ഫോട്ടോകളായിട്ട് സെലക്ട് ചെയ്യുക. എനിക്ക് 4 ഫോട്ടോകൾ മാത്രം റിക്കവർ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഈ 4 ഫോട്ടോകൾ സെലക്ട് ചെയ്തു. ഞാൻ ഈ റിക്കവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫോട്ടോകൾ റിക്കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാ ഫോട്ടോകളും റിക്കവർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓൾ ഫോട്ടോസ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. അതല്ല ഓരോ ഫോട്ടോകളായിട്ടാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ റിക്കവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിക്കവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫയൽ എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് സേവ് ചെയ്യുകയാണ്. പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനുശേഷം വീണ്ടും റിക്കവർ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ ആ ഫോൾഡർ ഓപ്പൺ ആയി. നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നോക്കാം. JPG ഫോർമാറ്റിൽ ആ 4 ഫോട്ടോസും ഇവിടെ റിക്കവറായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിതൊന്ന് ഓപ്പൺ ആക്കുകയാണ്. ഡിലീറ്റ് ആയ അതേ ക്ലാരിറ്റിയിൽ, ഫുൾ ക്ലാരിറ്റിയിൽ HD ഫോട്ടോസാണിത്. അതേ ക്ലാരിറ്റിയിൽ നമുക്ക് എല്ലാ ഫോട്ടോസും റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കുക, ഡോക്ടർ ഫോൺ സയോമി JPG. നോക്കുക, ഈ ഫോർമാറ്റില് JPG ഫോർമാറ്റിൽ തന്നെ ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. കാരണം ഇതുപോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ലഭിക്കും, എന്നാൽ ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് നഷ്ടപ്പെട്ട അതേ ക്വാളിറ്റിയിൽ തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അതിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.